ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായിട്ടോ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിലേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്ത് തന്നെ ജങ്കാർ സർവീസ് നടത്തുന്നുണ്ട്. ജങ്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആളുകളെയും വാഹനങ്ങളെയും ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ബോട്ട് സർവീസിൻ്റെ മുന്നിലേക്കാണ്. നിതുട്ടിന് പിന്നെ അത് കണ്ടപ്പോൾ അവൻ അതിൽ കയറിയേ പറ്റൂ. ബോട്ടിൽ കയറാൻ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇവിടെ ബോട്ട് സർവീസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ബോട്ടിൽ കയറിയപ്പോൾ നിതുട്ടൻ്റെ മൈൻഡ് ആകെ മാറി. അവന് വളരെ ഹാപ്പിയായി. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഏകദേശം 5 മിനിറ്റോളം ഞങ്ങൾ ബോട്ടിൽ ആളുകൾ ഫില്ലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. 30 മിനിറ്റാണ് നമ്മുടെ ബോട്ട് യാത്രേൻ്റെ സമയം. ഇവിടെ 2-3 ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ തണുത്ത കാറ്റും വെള്ളത്തിലൂടെയുള്ള യാത്രയും ഒരു പ്രത്യേക വൈബാണ്. നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. ഈ നേരെ കാണുന്നത് ഐലൻഡാണ് കേട്ടോ. ഇതിൻ്റെ പേര് കാക്കത്തുരുത്ത് എന്നാണ്. ഈ തുരുത്തിൽ 5-6 വീടുകൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. 2018 പ്രളയത്തിൽ പോലും ഈ തുരുത്തിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇത് നോക്കുക ഗൈസ്, വലിയൊരു മരത്തടിയാണ്. മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്നതാണ്. ഈ കാണുന്ന ബോട്ട് കണ്ടോ? ഇത് ഫിഷിംഗ് ബോട്ടാണ്. ഈ പച്ച ബോട്ട് തമിഴ്നാടിൻ്റെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബോട്ടാണ് ഓറഞ്ചും നീലയും. ലക്ഷദ്വീപിൻ്റെ ബോട്ട് വെള്ളയാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ കളർ ബോട്ടാണ് കേട്ടോ. ഇവിടെ കാണാൻ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ബോട്ട് ജട്ടിയും അതുപോലെ ചരക്ക് കയറ്റുന്ന ക്രെയിനുകളും എല്ലാം നേരിട്ട് കാണുമ്പോൾ മനോഹരമായ കാഴ്ച തന്നെയാണ്. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ബീച്ചിലെ പാർക്കിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ. പാർക്കിലെത്തിയപ്പോൾ നിതുട്ടന് ഓരോ കളിയും തുടങ്ങി. ഓടാനും ചാടാനും. ഇനി എന്തായാലും അവൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. കോഴിക്കോട് ബീച്ചിനെ അപേക്ഷിച്ച് അത്ര വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. തിരക്കുകളിൽ നിന്ന് മാറിയൊരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ കടലിലേക്ക് ഏകദേശം 500 മീറ്ററോളം നീളത്തിലൊരു പാത നിർമ്മിച്ചിട്ടുണ്ട്. നടപ്പാത. അതിലൂടെ നടന്ന് അറ്റത്ത് പോയി നിന്ന ഒരു പ്രത്യേക തരം കാഴ്ചയാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് നേരം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ബീച്ചിൽ വന്നാൽ പിന്നെ ചായ കുടിക്കണമല്ലോ. അപ്പോഴാണ് നല്ല കടുക്ക പൊരിച്ചതിൻ്റെ മണം. ഉപ്പയും മോനും കൂടി പൊരിച്ചതിൻ്റെ മണം പിടിച്ച് അങ്ങനെ പോവുകയാണ്. ഒരു കടുക്ക പൊരിച്ചതിൻ്റെ പേരും പറഞ്ഞ് ഇവർ 2 പേരും തിന്ന് തീർത്ത് കുറച്ചൊന്നും അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ഓന് ഒന്നും തിന്നൂല കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഓന് ഭയങ്കര ഇഷ്ടം. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ ദാ കുതിരസവാരി. നിതുട്ടനോട് കയറാൻ പറഞ്ഞപ്പോൾ ഓന് ഭയങ്കര പേടി. വലിയ ധൈര്യമൊന്നുമില്ല. ഓൻ്റെ നോട്ടം ഇതിലേക്കൊന്നുമല്ല, ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഓനങ്ങോട്ട് ഓടി ഉപ്പിലിട്ട മാങ്ങ തിന്നാൻ. അച്ചാറൊക്കെ തേച്ചോനിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ ആർക്കാ നാവിൽ വെള്ളം വരാത്തത്. ഞങ്ങളും വാങ്ങി ഓരോ പീസ്. രാത്രിയായാൽ പിന്നെ ഇവിടുത്തെ കുട്ടികളും പുറത്തുനിന്ന് വരുന്നവരൊക്കെ സ്കേറ്റിങ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. അതൊക്കെ കണ്ടിരുന്ന് നേരം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഓക്കെ, ബൈ.